ജപ്പാനിൽ ഇപ്പോൾ തണുപ്പൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തൊക്കെ ചെറിയൊക്കെ പൂത്ത് തുടങ്ങി. ജാപ്പനീസിൽ ഇതിനെ സക്കുര എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല പിങ്ക് നിറമുള്ള ചെറിയ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ചിലയിടത്ത് വെള്ള പൂക്കളാണ് കാണാറ്. ഈ പാർക്കിൽ ചെറിയ മരങ്ങളാണ് എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് പൂക്കളൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. നല്ല ഭംഗിയാണ് കാണാൻ. കാറ്റും മഴയൊന്നും വന്നില്ലെങ്കിൽ 1-2 ആഴ്ച ഇങ്ങനെ നിൽക്കും. ഈ സമയത്ത് ജപ്പാൻകാർ പുറത്തൊക്കെ ഇറങ്ങി ഈ മരങ്ങളുടെ ചുവട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന പിക്നിക്ക് നടത്തുന്ന പരിപാടിയുണ്ട്. അതിന് ഹനാമി എന്നാണ് പറയുന്നത്. ഹനാമി എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് പൂക്കൾ കാണുക എന്ന് തന്നെയാണ്. ഇത് ജാപ്പനീസ് കസ്റ്റമിൻ്റെ ഒരു ഭാഗമാണ്. ഈ പൂക്കൾ കണ്ടുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ പായൊക്കെ വിരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ഈ സമയത്ത് ഫാമിലികളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കും. ഞങ്ങളും ഒരു ഫ്ലാസ്കിനകത്ത് കുറച്ച് ചായയൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ പൂക്കൾ കണ്ടുകൊണ്ട് നമുക്ക് അവിടെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് പോരാം എന്ന് വിചാരിച്ചിട്ട് പോയി. ഈ പാർക്കിലെത്തിയപ്പം ഇഷ്ടംപോലെ ആൾക്കാരെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും എല്ലാ ആഴ്ചയും ഇവിടെ നടക്കാൻ വേണ്ടി വരാറുണ്ട്. പക്ഷേ അന്നേരം ഒന്നും ഇത്ര ആൾക്കാരെ കണ്ടിട്ടില്ല. പൂ പൂത്തെന്ന് അറിഞ്ഞിട്ടായിരിക്കണം ഒത്തിരി പേരുണ്ട്. എല്ലാ മരങ്ങളുടെയും ചുവട്ടിൽ ഫാമിലീസ് ഇതുപോലെ പായൊക്കെ വിരിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ചായയൊക്കെ ഗ്ലാസ്സിലൊഴിച്ച് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കുടിച്ചു. ഈ പൂക്കളുടെ ഭംഗി കണ്ടാൽ ഇതിട്ടിട്ട് ഇവിടെ നിന്നും പോകാനേ തോന്നില്ല. അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. അടുത്ത വീക്കെൻഡിന് മുമ്പ് മഴയോ കാറ്റോ ഒക്കെ വന്നാൽ ഈ പൂക്കളൊക്കെ അന്നത്തോടു കൂടി തീരും. അത് ഓർക്കുമ്പോൾ നല്ല വിഷമം ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ജപ്പാനിൽ സക്കുര പൂക്കുന്നതിൻ്റെ ഫോർകാസ്റ്റ് അവർ പുറത്ത് വിടാറുണ്ട്. ഇവിടെ ഒരു മാർച്ച് 21 എന്നൊക്കെയാണ് പറഞ്ഞിരുന്നതെങ്കിലും ഈ പാർക്കിലൊക്കെ ഇപ്പോഴേ പൂത്തു. ഏകദേശം പൂത്ത് കഴിഞ്ഞ മരങ്ങൾ ഇവിടെ ഉണ്ട്. ഈ മരത്തിലൊക്കെ ഓൾറെഡി പൂത്ത് കൊഴിയാറായി നിൽക്കുന്ന പൂക്കളാണ് കാണുന്നത്. ഇതൊരു ലേക്കിന് ചുറ്റുമുള്ള പാർക്കാണ്. ഇവിടെ വെള്ളത്തിനടുത്ത് വന്ന് നിന്ന് കുറച്ച് നേരം കളിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുപ്പ് കാറ്റൊക്കെ വീശി തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. പാർക്കിനടുത്തുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആൾക്കാർ കൂടുതൽ വരുന്നതെന്ന് തോന്നി. കാരണം നേരത്തെ കണ്ടതിനെക്കാട്ടിലും നല്ല തിരക്ക് പാർക്കിൽ കാണുന്നുണ്ടായിരുന്നു. സ്പ്രിംഗ് സീസണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജാപ്പനീസ് വേർഡ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. പഠിക്കാൻ ആഗ്രഹമുള്ളവർ കാണണേ.